ഹലോ, നമ്മുടെ മാക്രോ എക്കണോമിക്സിന്റെ ചാപ്റ്റർ 2 നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഫോക്കസ് കൂടുതലായിട്ട് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ പോർഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. എങ്കിൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിന് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ആ A+ലേക്കുള്ള ആ ആഗ്രഹത്തിന് ഈ ചാപ്റ്റർ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നാഷണൽ ഇൻകം എന്താണ്, നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കണം. 1-2 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം. എന്താണ് നാഷണൽ ഇൻകം, വാട്ട് ഡിഫൈൻ നാഷണൽ ഇൻകം എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഗുഡ്സ്, ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ഏതെങ്കിലും ഗുഡ്സ് ചോദിക്കാം, MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇന്നൊരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഫൈനൽ ഗുഡ്സ് ഉണ്ട്, കൺസ്യൂമർ ഗുഡ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്. കുറെ എക്സാമ്പിൾസ് തന്നിട്ട് ഇതിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഏതാണ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ടൈപ്പ് ഓഫ് ഗുഡ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. 3 കോൺസെപ്റ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ്, അഡീഷണലി വന്നതാണ്. ഓക്കെ, ദെൻ സ്റ്റോക്ക് വെസസ് ഫ്ലോ, സ്റ്റോക്ക് വേരിയബിൾ, പിന്നെ അതുപോലെ തന്നെ ഫ്ലോ വേരിയബിൾ. ഇവരുടെ ഡിഫറൻസുകൾ ചോദിക്കാം. സ്റ്റോക്ക് വേരിയബിൾ എന്താണ്, ഫ്ലോ വേരിയബിൾ എന്താണ്. പിന്നെ ഇൻവെന്ററി കോൺസെപ്റ്റ്. ഇൻവെന്ററി എന്താണ് കോൺസെപ്റ്റ്, ഇൻവെന്ററിയിൽ കുറെ ടൈപ്പുകൾ പറയുന്നുണ്ട്. അക്യുമുലേഷൻ, ഡിക്കമുലേഷൻ, പ്ലാന്റ് അക്യുമുലേഷൻ, പ്ലാന്റ് ഡിക്കമുലേഷൻ, അൺപ്ലാന്റ് അക്യുമുലേഷൻ, അൺപ്ലാന്റ് ഡിക്കമുലേഷൻ. ഇങ്ങനെ കുറെ ടൈപ്പ് പറയുന്നുണ്ട്. ഈ കുറെ ടൈപ്പ് മേ ബി ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അൺപ്ലാന്റ് ഡിക്കമുലേഷൻ എന്താണ്, അൺപ്ലാന്റ് അക്യുമുലേഷൻ എന്താണ് എന്ന് മാത്രമായിട്ടും ചോദിച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. പിന്നീട് വിത്ത് ഗ്രാഫ് വരയ്ക്കേണ്ട ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ 2-sector എക്കണോമി. 2-sector എക്കണോമിയിലുള്ള ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വരയ്ക്കണം വിത്ത് ഗ്രാഫ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫ് തരും, ഗ്രാഫ് വന്നിട്ട് ഫില്ല് ചെയ്യാൻ പറയും. ഓക്കെ, ചില ആ ഒരു ആരോ മാർക്സ് പേയ്മെന്റ് ആണോ, ഫാക്ടർ പേയ്മെന്റ് ആണോ, ഫാക്ടർ ഇൻകം ആണോ, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണോ, ഏതാണ് ആ 2 സെക്ടേഴ്സ് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. ഗ്രാഫിനകത്ത് ഫില്ല് ചെയ്യാൻ ABC തരും. ഓക്കെ, ദെൻ എന്താണ് ഏറ്റവും അടുത്ത വളരെ വലിയൊരു ടോപ്പിക്കാണ് SA ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു SA ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം, എങ്ങനെയാണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. SA ക്വസ്റ്റ്യൻ, 8 മാർക്ക് ക്വസ്റ്റ്യൻ, ഫൈനൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. 2019 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, എന്താണ് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം, നാഷണൽ ഇൻകം എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. 3 മെത്തേഡ് ആണുള്ളത്. ഏതൊക്കെയാണ് 3 മെത്തേഡ് എന്ന് റിമൈൻഡ് ചെയ്തെടുത്തേ, റിക്ലക്ട് ചെയ്തെടുത്തേ. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ അല്ലേ, ഫൈനൽ ഗുഡ്സിന്റെ ആ വാല്യൂവിനെയാണ്, മണി വാല്യൂവിനെയാണ് വെച്ച് കണ്ടുപിടിക്കുന്നതാണ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലേ. ഗ്രോസ് വാല്യൂ ആഡഡ്, ഒരു എക്കണോമിയിൽ ഒരു പീരീഡിൽ, ഒരു ഫൈനാൻഷ്യൽ ഇയർ, ഒരു അക്കൗണ്ടിങ് ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സിന്റെ ആ മണി വാല്യൂ ആണ് GVA, ഗ്രോസ് വാല്യൂ ആഡഡ്. അങ്ങനെ എല്ലാ ഫേംസിന്റെയും GVA ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP കിട്ടും. ആ GDP അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ആ GVA, ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റ് വാല്യൂ ആഡഡ് കിട്ടും. ദെൻ ഇൻകം മെത്തേഡ്, ഒരു എക്കണോമിയിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന് കിട്ടുന്ന ഇൻകം, റിസീവ് ചെയ്യുന്ന ഇൻകത്തിന്റെ ടോട്ടൽ വെച്ചിട്ട് ഇൻകം മെത്തേഡ് അനുസരിച്ച് കണ്ടുപിടിക്കും. എങ്ങനെ, W+R+IN+P. W എന്താണ്, വേജ് ആർക്ക് കിട്ടുന്നതാണ്, ലേബറിന് കിട്ടുന്നതാണ്. R റെന്റ്, R ഫോർ റെന്റ്, ആർക്ക് കിട്ടുന്നതാണ്, ലാൻഡിന് കിട്ടുന്നതാണ്. I ഇൻട്രസ്റ്റ് ആർക്ക് കിട്ടുന്നതാണ്, ഓൺടർപ്രണറിന് കിട്ടുന്നല്ലേ, ഓർഗനൈസേഷൻ്റെ ആണ്. അല്ല, ഇൻട്രസ്റ്റ് ആർക്ക് കിട്ടുന്ന P. ഇത് മാറിപ്പോരുത് കേട്ടോ. നിങ്ങൾക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുത്ത് ചോദിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫിക്കേഷൻ ഉണ്ടാകും. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ക്യാപിറ്റലിന് കിട്ടുന്നതാണ് ഇൻട്രസ്റ്റ്. P എന്താണ്, P എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആർക്ക് കിട്ടുന്നതാണ്, ഓൺടർപ്രണർ. അപ്പൊ എന്താണ്, W വേജ് ആർക്ക് കിട്ടുന്നതാണ്, ലേബറിന്. R റെന്റ് ആർക്ക് കിട്ടുന്നതാണ്, റെന്റ് കിട്ടുന്നത് ലാൻഡിനാണ്. ഇൻട്രസ്റ്റ് ആർക്ക് കിട്ടുന്നതാണ്, ഇൻട്രസ്റ്റ് കിട്ടുന്നത് ക്യാപിറ്റലിനാണ്. ക്യാപിറ്റലിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് കിട്ടും. P ഫോർ പ്രോഫിറ്റ് ആർക്ക് കിട്ടുന്നതാണ്, ഓൺടർപ്രണറിന് കിട്ടുന്നതാണ്. അടുത്ത ലാസ്റ്റ് മെത്തേഡ് എന്താണ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എന്ത് മെത്തേഡാണ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു ഫൈനൽ എക്സ്പെൻഡിച്ചർ, ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സ് അനുസരിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. C+I+G+X-M. C ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, I ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, G ഫൈനൽ ഗവൺമെന്റ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, X എക്സ്പോർട്ട്, M ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും.
പിന്നീട് കുറച്ച് കോൺസെപ്റ്റുകളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. GDP കാൽക്കുലേറ്റ് ചെയ്യാൻ, NDP കാൽക്കുലേറ്റ് ചെയ്യാൻ, NNP, GNP, GDP-NP, GDP-FC അല്ലെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നാഷണൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, NNP, GNP, GDP-FC. GDP-FC എന്താണ്? ഫാക്ടർ കോസ്റ്റ്. GDP-MP എന്താണ്? GDP മാർക്കറ്റ് പ്രൈസ്. പിന്നെ GDP ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിനകത്ത് നോമിനൽ GDP, റിയൽ GDP, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങൾ മെത്തേഡ് നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് വേണം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 മെത്തേഡ് നിർബന്ധമായിട്ടും സർക്കുലർ ഫ്ലോയുടെ ഗ്രാഫും വരയ്ക്കാൻ പഠിച്ചിട്ട് പോകണം. ഓക്കെ, നിർബന്ധമായിട്ട് ഈ 2 ടോപ്പിക്സ് വേറെ എന്തൊഴിവാക്കിയാലും പഠിച്ചിട്ട് പോകണേ. വേറെ ഒന്നും ഒഴിവാക്കരുതെന്ന് പറഞ്ഞ്